ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് ആക്ച്വലി നവംബർ 9 മുതൽ നവംബർ 29 വരെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പീരീഡിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആക്ച്വലി ഞാൻ നവംബർ 9 മുമ്പ് വീഡിയോ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ ബിസി ആയിരുന്നു. ഞാനൊരു അത്ലറ്റിക് കോമ്പറ്റീഷനിലായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2 മെഡൽ അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ, ഒരു ബ്രോൺസും ഒരു ഗോൾഡും. അപ്പോൾ എനിക്ക് കൺഗ്രാറ്റുലേഷൻ പറയേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ നവംബർ 9 മുതൽ 29 വരെ മെർക്കുറി റിട്രോഗ്രേഡാന്ന് ഞാൻ പറഞ്ഞല്ലോ. മെർക്കുറി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്ലാനറ്റാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ഒരു കാര്യമില്ലാണ്ട് ചിലപ്പം ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ പീരീഡിൽ ഒന്ന് ആലോചിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂവിലോട്ട് എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ട്രാവൽ ഡിലേ. നമ്മളിപ്പം ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നു, ചിലപ്പം അതിൽ നമ്മൾ ട്രെയിൻ ക്യാൻസൽ ആവാം, ഫ്ലൈറ്റ് ഡിലേ ആവാം, ഭയങ്കര നമുക്ക് പറയാൻ പറ്റില്ല എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മണി ലോസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം ഈ പീരീഡിൽ നമുക്കതൊരു പ്രോബ്ലത്തിലെത്താനുള്ള ചാൻസ് ഉണ്ട്. സോ കോൺട്രാക്റ്റ് ഒന്നും ഈ ടൈമിൽ സൈൻ ചെയ്യാണ്ടിരിക്കുക, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നമ്മളുടെ ആവശ്യമില്ലാത്ത റിലേഷൻസ്, പഴയ എക്സ്, പണ്ടത്തെ ഫ്രണ്ട്സ്, പലവരും ഈ പീരീഡിൽ തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ അൺഫിനിഷ്ഡ് കർമ്മ എന്തെങ്കിലും നമ്മളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അവരായിട്ട് എന്താ പറയുക, ലോഹ്യത്തിനും കാര്യങ്ങൾക്കൊന്നും പോകണ്ട, പതുക്കെ നമ്മൾ മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഈ പീരീഡിൽ തിരിച്ചു വരുന്നതൊന്നും അത്ര നല്ലതാവാൻ വഴിയില്ല. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടാം കേട്ടോ. കൂടുതലെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ നീട്ടിപ്പിക്കുന്നില്ല, കമൻറ്റ് ബോക്സിലിടാൻ, കമൻറ്റ് റീഡ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ മൂണിങ് സ്കോർപ്പിയോ ആണ്, നവംബർ 19, 20, 21. അതായത് നവംബർ 19, 20, 21 പറഞ്ഞാൽ വൃശ്ചിക മാസത്തിലെ അമാവാസി എന്ന് പറയില്ലേ, അതാണ്. അപ്പം ഇപ്പോൾ സ്കോർപ്പിയോ സീസണാണ്. സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡീപ്പ് ഇമോഷണൽ സൈനാണ് സ്കോർപ്പിയോ. അപ്പോൾ സ്കോർപ്പിയോസൊക്കെ ഭയങ്കര എന്താ പറയുക, ആക്ച്വലി ഞാൻ ഏരീസ് ആയതുകൊണ്ടായിരിക്കും, ഓപ്പോസിറ്റ് അട്രാക്റ്റ് എന്ന് പറയുന്നതുകൊണ്ടായിരിക്കും ഈ സ്കോർപ്പിയോസിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇത്രയും ഡീപ്പായിട്ട് കണക്റ്റ് ആവുന്ന വേറൊരു സൈൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സ്കോർപ്പിയോയിൽ ന്യൂ മൂൺ വരുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി ക്ലെൻസ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഈ മെർക്കുറി റിട്രോഗ്രേഡ് കാരണം പലരും ഭയങ്കര പ്രോബ്ലംസിലൊക്കെ ആയിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നാക്ക് കൊണ്ടായിരിക്കും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ പീരീഡിൽ അത് എന്താ പറയുക, അത് എല്ലാം ക്ലിയർ ആയി വരും. ആൾക്കാരുടെ ട്രൂ ഇൻറ്റൻഷൻ നമുക്ക് ഈ പീരീഡിൽ മനസ്സിലാവും. അപ്പോൾ ആരാണ് ഫേക്ക്, ആരാണ് റിയൽ എന്നൊക്കെ. അപ്പോൾ റിയൽ ടൈ ആണെങ്കിൽ അത് ഭയങ്കര ഡീപ്പായി ഭയങ്കര ഇൻറ്റിമേറ്റ് ആവും. ഫേക്ക് ടൈ ആണെങ്കിൽ അത് കട്ടാവും, കോട്ട് കട്ടിങ് എന്നൊക്കെ പറയില്ല, അതങ്ങ് കട്ടായി പോവും. അതാണ് ഈ പീരീഡിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റിലിടാം കേട്ടോ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വീഡിയോ അങ്ങനെ നീണ്ടു പോവുള്ളൂ, കുറേ പറയാനുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ്സ് നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിപ്ലൈ ഇടാം, ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.